ഈ തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സവിശേഷമായ ഒരു ഡിഗ്രി കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഗതി നേടിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല. സംഗതി തലയിലെഴുത്തിൽ വല്ലാണ്ട് വിശ്വസിക്കുന്നവരല്ലെങ്കിലും കേരളത്തിൽ ഒരു പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആളുകളുടെ തലയിലെഴുത്ത് ഒരു വല്ലാത്ത തലയിലെഴുത്താണ്. സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കാണും. അത് പറയാനല്ല ഞാൻ വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മുഖവുര പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ചയിൽ 1ാം റാങ്ക് ഞാൻ CPIM നേതാവ് പ്രകാശൻ മാസ്റ്റർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ആ റാങ്ക് കൊടുക്കുന്നതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പ് ഈ റാങ്കിൻ്റെ കഥ പറഞ്ഞു പോകാം. കാലാവധി തീരുന്നു. നിയമനമില്ലാതെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാർ M ഹഷീദ മലപ്പുറം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉറുദു 1ാം റാങ്ക്. പട്ടിക വന്നത് 2023 ഫെബ്രുവരി 7. കാലാവധി 2 ദിവസം മുൻപ് കഴിഞ്ഞു. നിയമനം ലഭിച്ചില്ല. K ഹിലാലുദ്ദീൻ വയനാട്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇസ്ലാമിക് ഹിസ്റ്ററി. പട്ടിക വന്നത് മാർച്ച് 3-ാം തീയതി. സരസ്വതി നായർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഫിലോസഫി. പട്ടിക വന്നത് ജൂലൈ 1-ന്. കാലാവധി ഇനി 4.5 മാസം. നിയമനം ലഭിച്ചില്ല. മമത ജേക്കബ് കൊച്ചി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ സോഷ്യോളജി. പട്ടിക വന്നത് 2023 ഓഗസ്റ്റ് 6. കാലാവധി ഇനി 6 മാസം. നിയമനം ലഭിച്ചില്ല. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും 1ാം റാങ്കുകാരുടെ ഗതിയാണ് ഈ ഗതി. ഈ 1ാം റാങ്കിൻ്റെ ഒരു വാർത്ത വായിക്കുന്ന വരികൾക്കപ്പുറത്ത് ഈ റാങ്കിലേക്ക് എത്തിച്ചേരാൻ അവർ പരിശ്രമിച്ച ഒരു പരിശ്രമമുണ്ട്. എത്ര നാളത്തെ അധ്വാനം ഉണ്ടാവുമെന്നറിയാവോ? എത്ര സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവുമെന്നറിയാവോ? എത്ര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്നറിയാവോ? പക്ഷേ സംഗതി കിട്ടിയില്ല. കിട്ടാതിരിക്കാൻ കാരണം അതിന് വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരാരും നേരിട്ട് ഇവർ വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു നിഴൽ സർക്കാരുണ്ട്, ഒരു ഷാഡോ ഗവൺമെൻറ് ഉണ്ട്, എല്ലായിടവും ഉണ്ട്. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് പണ്ട് പറഞ്ഞിരുന്നു കേരളത്തിലെ ഏതാണ്ട് 120ഓളം മാഫിയയുടെ പേര്. അതിലൊരു മാഫിയയാണ് ഈ നിയമന മാഫിയ എന്നൊക്കെ അവകാശപ്പെടുന്നത്. പല സ്ഥാപനങ്ങളിലും അവർ ഇടപെടാറുണ്ട്, പലതിലും അവർ കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട്, പറയാറുണ്ട്. അതിനുവേണ്ടിയാണ് അവരൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അല്ലെങ്കിൽ എന്താകും 1ാം റാങ്കുകാരിയെങ്കിലും നിയമിക്കാഞ്ഞത്? ഈ 1ാം റാങ്കിൽ വന്ന ഉറുദുക്കാരനും ഇസ്ലാമിക് ഹിസ്റ്ററിക്കാരനും എഴുതി വെച്ചോളൂ, ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് ഈ പദവിയിൽ ഈ ലിസ്റ്റിലല്ലാതെ എത്തിച്ചേരുക സാധ്യമല്ല. ഈ റഷീദ എന്നൊക്കെ പറഞ്ഞ കുട്ടി ഇഷ്ടംപോലെ റാങ്കുകളിൽ 1ാം റാങ്ക് വന്നിട്ടുള്ള കുട്ടിയാണ്. മലപ്പുറത്തെ പെണ്ണിനെ കരിമ്പടത്തിൽ പുതച്ച് മുക്കി വെക്കുന്ന സംഗതികൾ പറയുമ്പോൾ ഇതുപോലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കഷ്ടപ്പെട്ട് വിജയം നേടിയവർ അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് നേതാക്കളുടെ ഭാര്യമാർ, സ്വന്തക്കാർ പല വഴികളിലൂടെ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഹൈക്കോടതി പറഞ്ഞാലും വിടില്ല, സുപ്രീം കോടതി പറഞ്ഞാലും വിടില്ല, വീണ്ടും വീണ്ടും ചവിട്ടിപ്പിടിച്ചത് തുടരും. ഇനി ഗവൺമെൻറ് മാറി വന്നാൽ വിടുമോ? അങ്ങനെ പ്രതീക്ഷിക്കുക വേണ്ട. കാരണം അവിടെ വരുമ്പോൾ സ്നേഹവും ആർദ്രതയും കൂടുതൽ വരും. പ്രത്യേകിച്ച് UDF സർക്കാരിന് വലിയ ഹൃദയബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നവരാണ്, തിരിച്ചവർക്ക് കിട്ടിയില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ ഒരു ചോദ്യം ചോദിച്ചു നമ്മുടെ അഭിലാഷ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടപ്പോഴാണ് എനിക്ക് പ്രകാശൻ മാസ്റ്റർക്ക് 1ാം റാങ്ക് കൊടുക്കണമെന്ന് തോന്നിയത്. ഡോക്ടർ പ്രേംകുമാർ സാർ അവിടെ ഇരിപ്പുണ്ട്. വളരെ വിശകലനം ചെയ്ത് കാര്യങ്ങളെ താത്വികമായി അവലോകനം ചെയ്ത് ആ അവലോകനത്തിൻ്റെ തലനാഴിര കീറി പരിശോധിക്കുന്ന പ്രേംകുമാർ സാർ അത് കേട്ട് അത്ഭുത സ്തബ്ധനായിരിപ്പുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ഉത്തരം എഴുതിയെങ്കിൽ മാത്രമേ ഇപ്പോൾ കേരളത്തിൽ രക്ഷയുള്ളൂ. ചോദ്യത്തിന് അതുപോലെ ഉത്തരം എഴുതിയിട്ട് ഒരു കാര്യമില്ല. ദേ ആ ചോദ്യോത്തരം ഇന്നത്തെ പത്രത്തിൽ വാർത്ത ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് PSC ഒരു പരീക്ഷ നടത്തിയിരുന്നു. 3 കൊല്ലം റാങ്ക് ലിസ്റ്റ് തീരാൻ പോവാ. 1ാം റാങ്കുകാരെ ഒറ്റ ഒരാളെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. M റഷീദ എന്ന മലപ്പുറത്തുള്ള പെൺകുട്ടി എഴുതിയ പരീക്ഷയിൽ എല്ലാം 1ാം റാങ്കുകാരിയാണ്. PG ശേഷം MPhil എല്ലാം കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് ഉറുദുവിൽ 1ാം റാങ്കുകാരാണ്. 1ാം റാങ്കുകാരി ഒരു PSC പരീക്ഷ നടത്തിയിട്ട് ആ PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് വന്ന ആളെ നിയമിക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാർ ഞങ്ങൾ ദേശീയ തലത്തിലെ ശരാശരി എടുത്താൽ നമ്മുടെ അടുത്തുള്ള കൂടുതലാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളല്ലേ? മാതൃഭൂമി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? ഇപ്പൊ ഒരാള് വഴിക്ക് ഒരു കാല് മുട്ടിയിട്ട് വീണ്ടും ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. അതൊരാളുടെ പ്രശ്നമാണ്. അത് ജനറേറ്റ് ചെയ്യാൻ ശരി ഒരു കുട്ടിയുടെ കൈ പോയി, അതെല്ലാം ജനറേറ്റ് ചെയ്യണം. അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതാണ് ഒരാൾക്ക് PSC കിട്ടില്ല. ഒരാൾക്ക് PSC കിട്ടില്ല.
ഇന്ത്യ രാജ്യത്ത് PSC നിയമനങ്ങൾ നടത്തിയത് കേരളത്തിലാണ് എന്ന കണക്കിൽ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇന്ത്യ രാജ്യത്ത് നിയമനങ്ങൾ നടത്തിയത് കേരളത്തിലാണെന്ന കണക്കിൽ അല്ല ഞാൻ ചോദ്യം ചെയ്തത്. PSC ഒരു പരീക്ഷ നടത്തിയത് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാൻ വേണ്ടി PSC ഒരു പരീക്ഷ നടത്തിയിട്ട് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് 3 കൊല്ലമായി നിലവിലിരുന്നിട്ട് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ കേവലം ഒരാളെ പോലും നിയമിക്കാൻ കഴിയാതെ ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ മേനി പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ നിയമനത്തിന്റെ പ്രശ്നമല്ല, ഒരു പരീക്ഷ നടത്തിയിട്ട് റാങ്ക് ഒരാളെ പോലും നിയമിക്കാൻ കഴിയാത്ത സംസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ന് സംസാരിക്കപ്പെടുന്നത് നിങ്ങൾ മറ്റേ ഇവിടെ ഗവൺമെന്റിനായിട്ട് വർത്തമാനം പറയുമ്പോൾ ഒറ്റ വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു PSC റാങ്ക് നിയമനം നടക്കാത്ത എല്ലാ വിഷയം വെക്കുന്നത് ആയിരക്കണക്കിന് റാങ്ക് നിയമനം നടത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ. ഒരു നിയമം വിഷയം ഇന്ത്യയിൽ ഏറ്റവും നിയമം കൊടുത്ത കേരളമാണ്. നിങ്ങൾ പറയുന്ന ജോലി കിട്ടിയ അതല്ല വിഷയം. നിങ്ങൾ പറയുന്ന ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടിയത് അത് നമ്മൾ കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. PSC റാങ്ക് നിയമനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാൻ വേണ്ടി ആ റാങ്കിന്റെ അവസ്ഥ ഉണ്ടായി. ഇതാണ് കഥ. അപ്പോൾ റഷീദ് എഴുതിയ പോലെ ഉത്തരം എഴുതിയോണ്ട് കാര്യമില്ല. പ്രകാശം മാസ്റ്റർ പറഞ്ഞതുപോലെ ഉത്തരം പറയണം. അതായത് ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും നിയമിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരാളുടെ കാര്യമല്ല, ഒരുപാട് പേരുടെ കാര്യമാണെന്ന് പറയണം. വേണമെങ്കിൽ ഉപമയ്ക്കും ഉൽപ്രേക്ഷയ്ക്കും ഒക്കെ ആയിട്ട് ഈ വഴിയിൽ വീണ് ആളിൻ്റെ ഓടയിൽ വീണോ അല്ലെങ്കിൽ വഴിയിൽ വീണ് മരിച്ചു പോയ കഥകളൊക്കെ പറയണം. പിന്നെ രാഷ്ട്രീയം പറയുകയാണെന്ന് പറയണം. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഒരു സാധാരണക്കാരൻ സംസാരിച്ചാലുള്ള മറുപടി? അതായത് റാങ്ക് ഒന്നും കിട്ടാത്ത തോറ്റുപോകുന്ന ഒരു സാധാരണക്കാരൻ സംസാരിച്ചാലുള്ള മറുപടി എന്താണെന്നറിയില്ല. ഒരുപാട് റാങ്ക് ലിസ്റ്റ് വരുന്നതല്ലേ, അത് പരിശോധിക്കും. സർക്കാർ അത് പരിശോധിച്ച് വേണ്ടി വന്നാൽ അതിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്ത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ഉറപ്പാക്കും. എന്തായാലും ആരെയും എടുക്കാതെ ഒരു റാങ്ക് ലിസ്റ്റ് ഈ സർക്കാരിൻ്റെ കാലത്ത് മരിച്ചു പോകില്ല എന്ന മറുപടിക്ക് പകരമാണ് ഈ ഒച്ചപ്പാടും ബഹളവും എല്ലാം പ്രകാശം മാസ്റ്റർ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കുന്നതിലാണ് പ്രകാശം മാസ്റ്റർക്ക് 1-ാം റാങ്ക് കിട്ടുന്നതും അണികളുടെ നേതാവായി മാറുന്നതും ആവേശമായി തീരുന്നതും ഭാവിയിൽ അദ്ദേഹത്തിന് വിവിധ പദവികൾ ലഭിക്കുന്നതിന് കാരണമായി മാറുന്നതും.